മികച്ച ശാരീരിക അവസ്ഥയിലുള്ള ഒരു യുവ അത്ലറ്റ് അയാളുടെ അടുത്ത ഗെയിമിനായി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തു വന്നാലും ഈ ഗെയിം ഞാൻ ജയിച്ചു മുന്നേറും എന്നുള്ള ശുഭ പ്രതീക്ഷയോടും വിശ്വാസത്തോടുകൂടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന യുവാവ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു നെഞ്ചുവേദന വരുന്നു, കുഴഞ്ഞു വീഴുന്നു. ഇതൊരു നാടകീയതയായി നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും സത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക്. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരിലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ റീസൺസ്, ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ചോദിച്ചു മനസ്സിലാക്കാം. ഡോക്ടർ സജി കുരുട്ടോളം സാർ. ഹാർട്ട് അറ്റാക്ക് ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ പറയായിരുന്നു പ്രായമായവരിലാണ് ഹാർട്ട് അറ്റാക്ക്. ഒരു അച്ഛനും മകനും കൂടെ കൂടി നമ്മുടെ ഒ പിയിലേക്ക് കയറി വരികയാണെങ്കിൽ അതിനകത്ത് ഹാർട്ട് പേഷ്യൻ്റ് ആരാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല, അച്ഛനായിരുന്നു ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അച്ഛനും മകനും കൂടെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും നിങ്ങളിൽ ആരാ പേഷ്യൻ്റ് എന്ന് നമ്മൾ എടുത്ത് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇന്നിപ്പോൾ. കാരണം നമ്മൾ ഹാർട്ട് അറ്റാക്ക് 20 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള പേഷ്യൻസിനെ നമ്മൾ ഒരേ സമയത്ത് തന്നെ ICUവിൽ നമ്മൾ ഞങ്ങൾ കാണാറുണ്ട്. അതിപ്പോൾ അത് ഒരു ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പോയി ഇപ്പോൾ. അപ്പോൾ ഏത് ഏജിലും ഇത് വരാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പണ്ട് പ്രായമായവരിലെ കൂടുതൽ പ്രായമാണ് ഈ ഹൃദ്രോഗം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതായത് ഏജ് കൂടുന്തോറും ഹൃദ്രോഗം ഇങ്ങനെയുള്ള ക്രോണിക് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ 20 ഇയേഴ്സ് മുതൽ നമ്മൾ 20 വയസ്സ് മുതൽ നമ്മൾ കാണുന്നതിന് പ്രത്യേകിച്ച് ചില കാരണങ്ങളുണ്ട്. പ്രായമായവരിൽ കാണാത്ത ചില പ്രത്യേക കാരണങ്ങൾ നമുക്കിപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമെങ്കിലും ആയിട്ട് അതിനെക്കുറിച്ച് ആ രീതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. സാറിന്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും കുറഞ്ഞ ഏജിൽ ഇതേപോലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് ഏത് ഏജ് ആയിരിക്കും സാർ? 17 വയസ്സിലുള്ള ഒരു പേഷ്യൻ്റിനെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരു BCom സ്റ്റുഡൻറ്റിനാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും യങ്ങസ്റ്റ് പേഷ്യൻ്റ് വിത്ത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു വർഷമായിട്ട് ഇദ്ദേഹം പുകവലിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നെഞ്ചുവേദനയായിട്ട് അവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ അവർ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞപ്പോൾ 17 വയസ്സുള്ള ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് പറഞ്ഞ് ഒരു രീതിയിലും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടുന്ന് അപ്പോൾ അവർ വോളണ്ടറി ആയിട്ട് അവരപ്പോൾ തന്നെ ഡിസ്ചാർജ് വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ വന്നു. നമ്മൾ നോക്കിയപ്പോൾ മേജർ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് ഇദ്ദേഹത്തിനുള്ള ആകെയുള്ളൊരു റിസ്ക് ഫാക്ടർ പുകവലിയാണ്. അപ്പോൾ ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ പുകവലിയുടെ അളവ് കുറവാണ്. അപ്പോൾ പുകവലി മൂലമുള്ള ഹൃദ്രോഗം കുറവാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗം ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് MDMA അതുപോലെ കനാബീസ്, ഇതിൻ്റെയൊക്കെ ഉപയോഗം കൂടി വരുന്നുണ്ട്. ഇതൊക്കെ പല രീതിയിലുള്ള രോഗങ്ങൾ നമുക്ക് സമ്മാനിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫെൻറ്റനിൽ പോലെയുള്ള മരുന്നുകളുടെ ഉപയോഗം, ഇതെല്ലാം പല കോമ്പിനേഷനിൽ ഉപയോഗിക്കുക. ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിക്ക് കണ്ടമാനം സ്ട്രെസ്സ് വരുന്നുണ്ട്. ഈ സ്ട്രെസ്സ് തന്നെ ഒരു ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് തന്നെയാണെങ്കിൽ കരിയറിൻ്റെ സ്ട്രെസ്സ് ഭയങ്കര കൂടുതലാണ്. ഈ പഠനത്തിൻ്റെ സ്ട്രെസ്സ്, പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടുന്നതിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ പ്രൊമോഷൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു ബിറ്റ്വീൻ 20 and 30 പല ചെറുപ്പക്കാർക്കും വളരെയധികം സ്ട്രെസ്സിൽ കൂടെയാണ് ഇപ്പോൾ ആൾക്കാർ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ മദ്യത്തിൻ്റെ ഉപയോഗം വളരെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഞാൻ മുൻപ് പറഞ്ഞ പോലെ MDMA പോലെയുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗം, ഇതെല്ലാം ഹൃദ്രോഗം പോലെയുള്ള ക്രോണിക് ഡിസീസ് വളരെ ചെറുപ്പത്തിൽ തന്നെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ എക്സസൈസ് നല്ലതാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മീഡിയം ടൈപ്പ് ഓഫ് എക്സസൈസ് എപ്പോഴും നല്ലതാണ്. പക്ഷേ വളരെ ഹൈ ഇൻറ്റൻസിറ്റി മാരത്തോൺ പോലെയോ അങ്ങനെയുള്ള ഹെവി ഇൻറ്റൻസിറ്റി എക്സസൈസ് തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ മാരത്തോൺ നടക്കുന്ന സമയത്ത് പല ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിനും ഹാർട്ട് അറ്റാക്ക് ആയിട്ടും നമ്മുടെ ICUസിൽ അഡ്മിറ്റ് ആവാറുണ്ട്. നമുക്ക് ഈ അടുത്തയിടെ നമ്മൾ കേട്ടതാണ്, ഒരു മാരത്തോണിന് ഓടാൻ പോയിട്ട് ഒരു സീനിയർ ഓഫീസറിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് അഡ്മിറ്റ് ആയി എന്നുള്ള. അപ്പോഴാണ് ഈ മാരത്തോൺ വരുന്നതുകൊണ്ട് തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഓവർ എക്സസൈസ്, ഓവർ ടെൻഷൻ, ഓവർ സ്ട്രെസ്, ഇതെല്ലാം ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ കാരണമാണ്. സാറിൻ്റെ ഈ 28 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ വളരെ യങ് ഏജിൽ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ എത്ര കാലത്തിനിടയിലായിരിക്കും സാർ സംഭവിക്കുന്നത്? സാർ നേരത്തെ ഒരു 10 വർഷത്തിന്റെ ഒരു കണക്ക് പറഞ്ഞെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ എത്ര വർഷത്തിലായിരിക്കും? അതിലൊരു 10-15 വർഷമായിട്ടാണ് ഇങ്ങനെയുള്ള ഈ നമ്പേഴ്സ് കൂടുതലായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അതായത് ഈ ചെറുപ്പത്തിൽ ബിറ്റ്വീൻ 20s and 30s ഇടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യൻസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലരെയും നമ്മൾ ഒരു രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പേഷ്യൻസിനാണ് അത് ഉണ്ടാവുന്നത്. അവരോട് ചിലരോട് നമ്മൾ ചോദിക്കാറുണ്ട് എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററി ഇല്ല, സ്മോക്കിംഗ് ഇല്ല, ആൽക്കഹോൾ ഇല്ല, ഡയബറ്റിസ് ഇല്ല, പ്രഷർ ഇല്ല. പക്ഷേ ഇതൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പേഷ്യൻസ് പലപ്പോഴും
ഇത് സത്യമാണ്. സത്യമാണോ എന്ന് പറയണമെന്നില്ല. കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു പേഷ്യൻറ്റിനെ എനിക്കറിയാം. കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസിനെ അറിയാം. അപ്പം നമുക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ് ശരിക്കും. കാരണം ഇവരുടെയൊക്കെ ഒരു ലൈഫിനെ ഒരു മാറ്റിമറിക്കുന്ന ഒരു സംഗതിയാണത്. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം പറയാറുണ്ട് ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ അടുത്ത്. പിന്നെ ഈ പേഷ്യൻസിൻ്റെ ഈ ഇതാണെങ്കിലും സമയത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഈ പേഷ്യൻസിനൊക്കെ മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു നോർമൽ ആയിട്ടുള്ളൊരു ലൈഫിലേക്ക് പോകാനായിട്ട് സാധിക്കും. പക്ഷെ ചില പേഷ്യൻസ് വരുന്ന ട്രീറ്റ്മെൻറ്റ് വളരെ ലേറ്റ് ആയി പോകും. അങ്ങനെയുള്ള പേഷ്യൻസിന് ഒരു നോർമൽ ലൈഫ് കിട്ടില്ല. സാർ, ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഫാക്ടറായിട്ട് നമ്മൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ ജെനറ്റിക്സ് എത്രത്തോളം ഇതിനോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ നേരത്തെ ഹാർട്ട് അറ്റാക്ക് വരാൻ? ഫാമിലി ഹിസ്റ്ററി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ പണ്ടുണ്ടായിരുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഇല്ല. ഇപ്പോൾ ഫാമിലിയിൽ ഇപ്പോൾ അച്ഛൻ്റെ ബ്രദേഴ്സിന് ഒരു 3-4 പേർക്ക് ഹാർട്ട് അറ്റാക്ക് ഒരു 45 വയസ്സിന് മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ജനറേഷൻ അത് വരാനുള്ള ഒരു റിസ്ക് കൂടുതലാണ്, മൾട്ടിപ്പിൾ മെമ്പേഴ്സ് ഫാമിലിയിലുണ്ടെങ്കിൽ. അപ്പോൾ അത് നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഫാമിലിയിലുള്ള ഹാബിറ്റാണ് അടുത്ത ജനറേഷനിലേക്ക് പാസ് ഡൗൺ ചെയ്യുന്നത്. അതായത് പുകവലിയുള്ളതോ അല്ലെങ്കിൽ മദ്യപാനോ അങ്ങനെയുള്ള മോശപ്പെട്ട ഹാബിറ്റ്സ് ആണ് അടുത്ത ജനറേഷനിലേക്ക് പാസ് ഡൗൺ ചെയ്യണം. പലപ്പോഴും ഫാമിലി ഹിസ്റ്ററിയും പ്രധാനമാണ്. വളരെ ചെറിയ പ്രായത്തിൽ ഫാമിലിയിൽ മൾട്ടിപ്പിൾ മെമ്പേഴ്സിന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് മുൻകൂട്ടി അറിഞ്ഞാൽ നമുക്കത് മരുന്നുകൾ കൊണ്ട്, ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഒരു നല്ല ശതമാനം വരെ നമുക്കത് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. സർ, ഇവരിൽ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം ഈ BP ഷൂട്ടപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡയബറ്റിക് ആവുന്നതോ അതിൻ്റെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? ഒന്ന് ഡയബറ്റിക് ആവും, പലർക്കും വെരി ഹൈ കൊളസ്ട്രോൾ. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ വണ്ണമുള്ള ഒരാൾ, ഒരു പൊണ്ണത്തടിയൻ എന്ന് പറഞ്ഞ് വിളിക്കാൻ ഒരാൾ കാണുമായിരിക്കും മിക്കവാറും ക്ലാസ്സിൽ. അതിൽ കൂടുതൽ ഉണ്ടാവില്ല. ഇന്ന് ക്ലാസ്സിൽ 50% പേരും തടിയന്മാരാണ് പിള്ളേർ. ആൻഡ് പിള്ളേർ കൂടുതലും ഈ ഓൺലൈൻ ഗെയിംസും ഒക്കെ അതിൻ്റെ പുറകെയാണ് നടക്കുന്നത്. അപ്പോൾ അതൊരു പ്രധാന. അപ്പോൾ ഈ ഔട്ട്ഡോർ ആക്ടിവിറ്റി, എക്സസൈസ് ഒക്കെ വളരെ കുറവാണ് ഇപ്പോൾ. യെസ് സാർ, ഈ ഓൺലൈൻ ഗെയിംസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ മൊബൈലിന്റെ യൂസേജ് വളരെയധികം കൂടിയിട്ടുണ്ട്. സ്ക്രീൻ ടൈം ഒക്കെ വളരെ കൂടിയിട്ടുണ്ട്. അതിന്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഈ വളരെ യങ് ഏജിലുള്ള ആൾക്കാരെ അവർക്ക് ഒരുപാട് ഇനാക്ടിവിറ്റിയാണ്. ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് ഒരു അവധി കിട്ടിയ ഒരു ദിവസം കിട്ടിയാൽ നമ്മൾ പുറത്ത് പോയി കളിക്കാനാണ് നോക്കുന്നത്. അപ്പൊ അതിന് മാറ്റം ഇപ്പൊ ആരും പുറത്തേക്ക് പോകുന്നേ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പേരൻസ് എൻകറേജ് ചെയ്യണം കുട്ടികളെ ഔട്ട്ഡോർ ഗെയിംസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. ആ രീതിയിൽ വന്നാലേ അവരൊരു ഹെൽത്തി അത്ലറ്റിക് ആയിട്ട്, അപ്പോൾ ആ ഒരു 10 മുതൽ 20 വയസ്സ് വരെ ഇടയ്ക്കാണ് ഇവരുടെ ആ ഒരു അത്ലറ്റിക് അല്ലെങ്കിൽ ആ ഒരു സ്പോർട്സിനോടുള്ള ഒരു താല്പര്യമൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കൊരു 45 വയസ്സ് മുതൽ ഇനി ഞാൻ സ്പോർട്സുകാരനായിട്ട് മാറാം, ഗെയിംസ് കളിക്കാൻ പോകാമെന്ന് വിചാരിച്ചാൽ പലപ്പോഴും അത് നടക്കാറില്ല. അപ്പോൾ ചെറുപ്പത്തിലെ ആ ഒരു സ്വഭാവം, ആ ഒരു ഹാബിറ്റ്, ആ ഒരു ശീലം, ആ ഒരു താല്പര്യം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പേരൻസിൻ്റെ വളരെയധികം റോളുണ്ട് അതിനകത്ത്. സാർ, അതുപോലെ ഇപ്പം സ്കൂൾ ജീവിതം കഴിഞ്ഞ് കോളേജ് ലൈഫിലോട്ട് വന്നു, അത് കഴിഞ്ഞ് ഇവര് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ ജോലിയിലോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ IT ജോബ്, ഈ ഓഫീസിൽ ഇരുന്നിട്ടുള്ള ജോബ് ഒരുപാട് പേര് തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഇത് എത്രത്തോളം? പണ്ടൊക്കെ നമ്മൾ ഈ പിന്നെ വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു കൺസെപ്റ്റ് കുറവായിരുന്നു. അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പലരും വർക്ക് ചെയ്യുന്നത് കൂടുതലും നൈറ്റാണ്. ഡേ ടൈം അവർക്ക് വർക്കിംഗ് ഇല്ല. പലർക്കും പ്രത്യേകിച്ച് അവർക്ക് വർക്ക് ചെയ്യുന്ന അമേരിക്കൻ കമ്പനീസോ യൂറോപ്പിലുള്ള കമ്പനീസിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അവരുടെ വർക്കിംഗ് ടൈം തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് തന്നെ നമ്മുടെ ആ ഒരു സ്ലീപ്പ് സൈക്കിളിനെ കണ്ടുമാനം ഡിസ്റപ്റ്റ് ചെയ്യും. അപ്പോൾ ഇവർ കിടക്കുന്നതിന് രാത്രി 3 മണി, എഴുന്നേക്കുന്ന രാവിലെ 12 മണി, 1 മണി. അപ്പോൾ ടോട്ടൽ ആ സ്ലീപ്പ് സൈക്കിൾ അവരുടെ ആ സിസ്റ്റം ഡിസ്റപ്റ്റഡ് ആണ്. ഡിസ്റപ്റ്റഡ് എന്ന് വെച്ചാൽ ഒരു താളം തെറ്റിയ രീതിയിലാണ് പോകുന്നത്. ഇത് ശരിക്കും അത് നമ്മളെ ഒരു ഹെൽത്തിന് മോശമായിട്ട് ഒരുപാട് നാളുകൾ തുടർന്ന് പോയി കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സാർ, ഈ യങ് ഏജിലുള്ള ആൾക്കാർ ഇതേപോലെ ഇഷ്യൂസ് വരാതിരിക്കാൻ അവർ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? ഇൻ ദ സെൻസ്, എക്സസൈസ് ആണെങ്കിൽ എത്ര നേരം എക്സസൈസ് ചെയ്യണം ഡെയിലി, അല്ലെങ്കിൽ ആഹാരമാണെന്നുണ്ടെങ്കിൽ അവർ എങ്ങനത്തെ ആഹാരം ഒഴിവാക്കാം, അങ്ങനെ തുടങ്ങി എന്തെങ്കിലും? പിന്നെ യങ് ഏജിൽ വരുന്ന ഒരു പ്രധാന റീസൺ ഈ ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗം കണ്ടുമാനം കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ആഹാരമേ അല്ല ഇപ്പോൾ ആളുകൾ കഴിക്കുന്നത്, കുട്ടികൾ പ്രത്യേകിച്ച് കഴിക്കുന്നത്. പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആണ് കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികൾ ക്ലാസ്സിലുള്ള എല്ലാവരും മക്ഡൊണാൾഡ്സിലും മറ്റൊരു ചെയിനിലും പോയി കഴിക്കുമ്പോൾ ഒരാൾ മാത്രം, ഇന്നിപ്പോൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് ചോറും പൊതിഞ്ഞുകൊണ്ട് വീട്ടിൽ സ്കൂളിൽ പോകണ്ട. ഇന്നിപ്പോൾ അങ്ങനെ ഒരു പരിപാടിയില്ല. പണ്ട് കാലത്തൊക്കെ നമ്മൾ എല്ലാ ദിവസവും പാക്ക് ചെയ്ത്
ടിഫിൻ ബാഗുമായിട്ട് ഉച്ചയൂണുമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്ന സിറ്റുവേഷൻ മാറിയിട്ട് ഇപ്പോൾ എന്ന് പറയാം ഒരാൾ പോലും കൊണ്ടുപോകണില്ല. അത് മുഴുവൻ ഒന്നെങ്കിൽ അവിടുത്തെ ക്യാൻറ്റീൻ അല്ലെങ്കിൽ കഫേ ഷോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ആ ഒരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് കംപ്ലീറ്റ് മാറിപ്പോയി. അതും ഒരു റീസണാണ് യങ് ഏജിൽ വരാനുള്ള എൻ്റെ ഒരു കാരണം. സർ, അതുപോലെ തന്നെ എക്സസൈസ് ഒരു ദിവസം എത്ര നേരം എക്സസൈസ് ചെയ്യണം, ബെയർ മിനിമം അങ്ങനെ എന്തെങ്കിലും? ഒരു മിനിമം ഒരു 150 minutes പെർ വീക്ക് എന്നാണ് പറയുന്നത്. അതായത് കുറഞ്ഞത് ഒരു അരമണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെ ഒരു ഡെയിലി എക്സസൈസ് ചെയ്യണം. ഇപ്പോൾ മുൻകൂട്ടി പറഞ്ഞത് നേരത്തെ ചില അമേരിക്കൻ കമ്പനീസ് ഉണ്ട്, ഇത് BCG പോലുള്ള കമ്പനീസ്, അവിടെയൊക്കെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞത് തന്നെ ഒരു 15-16 മണിക്കൂറാണ് ഒരു ദിവസം ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ആ ഒരു 16 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പിന്നെ ദേ ആർ ഗുഡ്. ഒന്നിനും പിന്നെ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാനോ പിടിക്കാനോ ഒന്നും സമയം ഉണ്ടാവില്ല. പിന്നെ കണ്ടവാനം ഡെഡ് ലൈൻസ്, പ്രഷേഴ്സ്, ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നാച്ചുറലി നമുക്ക് ആ ഏജിങ് പെട്ടെന്ന് വരും. 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെ വരുന്നതിന് പകരം 25 വയസ്സ് മുതൽ 50 വയസ്സാവും 5 വർഷം കൊണ്ട്. 5 വർഷം കൊണ്ട് 20 വയസ്സ് കൂടും. അപ്പോൾ അങ്ങനെയുള്ള അവർ ചെറുപ്പത്തിലെ മുടി നരയ്ക്കുന്നു, അവർക്ക് അമിത വണ്ണം ഉണ്ടാകുന്നു, കൂർക്കമ്പലി ഇല്ലാത്ത ഇത് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മറ്റ് അസുഖങ്ങളെല്ലാം കണ്ടമാനം പെട്ടെന്ന് പിടിക്കും. അപ്പോൾ പെട്ടെന്ന് ഏജിങ് പെട്ടെന്ന് വരും. അപ്പോൾ 5 വർഷം കൊണ്ട് അവർക്ക് 20 വയസ്സ് കൂടും. ഓക്കെ, അതാണ് ഈ രോഗങ്ങൾ നേരത്തെ വരുന്നതിൻ്റെ റീസൺ. സാർ, നമ്മുടെ യങ് ആയിട്ടുള്ള പ്രേക്ഷകരോട് സാറിൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസും കൂടി പറഞ്ഞു നമുക്ക് അവസാനം. പേഴ്സണൽ അഡ്വൈസ് പറഞ്ഞാൽ യങ് ആയിട്ടുള്ള ഒരു കേൾക്കുമെന്ന് എനിക്കറിയില്ല. അതായത് ഹെൽത്തി ഹീറ്റിംഗ് ഹാബിറ്റ്സ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, എക്സസൈസ്, എവറിത്തിങ് ഇൻ മോഡറേഷൻ. സന്തോഷമാണേലും സങ്കടമാണേലും ആഘോഷമാണേലും സെലിബ്രേഷൻ ആണേലും എക്സസൈസ് ആണേലും എല്ലാം ഒരു മോഡറേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളും രോഗങ്ങളും എല്ലാം വളരെ കുറഞ്ഞിരിക്കും. താങ്ക് യു.